ഹായ്, ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി നമ്മളെ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? 2 ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിന് രണ്ട് സൈഡ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അഥവാ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? തീറ്റ തീറ്റ അല്ലെ? അതാണല്ലോ ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, 2 ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ആരൊക്കെയാ? ഈക്വൽ സൈഡ്സ് ആരൊക്കെയാ? ഒന്നാരാ? മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4. മറ്റാരാ? എക്സ് പ്ലസ് വൈ ഈക്വൽ. ഇഫ് എം ഈസ് ദ സ്ലോപ്പ് ഓഫ് തേർഡ് സൈഡ്, ഈ തേർഡ് സൈഡിന്റെ സ്ലോപ്പ് എന്താ? എം. ദെൻ സം ഓഫ് ഓൾ പോസിബിൾ ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് എം. എമ്മിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസിന്റെയും സം കാണും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഇതിന്റെ സ്ലോപ്പ് എന്താ? M1 ആക്കി എടുത്താൽ മൈനസ് എ ബൈ ബി അല്ലേ? ഒരു അതിന്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ആണെങ്കിൽ സ്ലോപ്പ് എന്താ? മൈനസ് എ ബൈ ബി അല്ലേ? സോ മൈനസ് 1/1 -1. ദെൻ ഇതിന്റെ സ്ലോപ്പ് എന്താ? അഗൈൻ മൈനസ് എ ബൈ ബി അല്ലേ? അപ്പൊ എന്താ? മൈനസ് ഓഫ് 1/2. അപ്പൊ 1/2 വരാ. ഓക്കെ, അങ്ങനെയെങ്കിലേ ഈ ലൈനിന്റെ സ്ലോപ്പ് -1 ആണ്, ഈ ലൈനിന്റെ സ്ലോപ്പ് എം ആണ്. അപ്പൊ ടാൻ തീറ്റ എന്താ വരിക? m2 - m1 ഡിവൈഡ് ബൈ 1 പ്ലസ് m1m2 അല്ലേ? നമുക്ക് ടാൻ തീറ്റ എന്താ? മോഡുലസ് ഓഫ് m2 - m1 ഡിവൈഡ് ബൈ 1 പ്ലസ് m1m2. ഇവിടെ ഞാൻ മോഡുലസ് അപ്ലൈ ചെയ്യുന്നില്ല. അത് റീസൺ ഞാൻ വഴിയെ കാണിച്ചു തരാം. വഴിയെ അവസാനം ഞാൻ പറയട്ടോ. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. ടാൻ തീറ്റ m2 - m1 ഡിവൈഡ് ബൈ 1 പ്ലസ് m1m2. അപ്പൊ എന്താ? -1 ഡിവൈഡ് മൈനസ് m ഡിവൈഡ് ബൈ 1 പ്ലസ് m1m2 അല്ലേ? അപ്പൊ എന്താ? -1 ഇൻറ്റു m. അപ്പൊ എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു -1 - m ഡിവൈഡ് ബൈ 1 - m അല്ലേ? അല്ലെ? ഞാൻ മുകളിലും താഴെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കും. എന്താ? -1 - m m+1 ആവില്ലേ? -1 - m എന്താ? m-1 ആവില്ലേ? അല്ലെ? അതായത് മൊത്തത്തിൽ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മുകളിലും താഴെ, ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ ടാൻ തീറ്റ കിട്ടി m+1 ഡിവൈഡ് ബൈ m-1. അപ്പൊ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്ത്? ഇവിടെ ടാൻ തീറ്റ അപ്ലൈ ചെയ്ത് അല്ലേ? ഇതിന്റെ സ്ലോപ്പ് എന്താ? -1. ഇതിന്റെ സ്ലോപ്പ് എന്താ? m. അപ്പൊ ടാൻ തീറ്റ എന്താ? -1 - m ഡിവൈഡ് ബൈ 1 പ്ലസ് -1 m. അപ്ലൈ ചെയ്തു. ഇനി ഈ ലൈനിൽ ഞാൻ ടാൻ തീറ്റ അപ്ലൈ എന്ന് വിചാരിക്കും. അപ്പൊ എന്താ? ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ് അല്ലെ? അപ്പൊ എന്താ? m - 1/2 ഡിവൈഡ് ബൈ m2 - m1 ഡിവൈഡ് ബൈ 1 പ്ലസ് m1m2 അല്ലേ? സോ m - 1/2 ഡിവൈഡ് ബൈ 1 പ്ലസ് m ഇൻറ്റു 1/2 അല്ലെ? സോ ഒന്ന് ഓപ്പൺ ആക്കി തരാ. 2m - 1 ഡിവൈഡ് ബൈ 2 പ്ലസ് m അല്ലേ? താഴെ 2ഉം 2ഉം കട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അത് ക്രോസ് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യുക. അതിന് കട്ട് ചെയ്ത് അപ്പൊ കിട്ടി അല്ലെ? ഇനി രണ്ടും ടാൻ തീറ്റ രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. അതിനു മുമ്പേ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ മോഡുലസ് കൊടുക്കാതെ? സിമ്പിൾ ഐഡിയ ആണ് അല്ലെ? ഇവിടെ രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഈ ആംഗിള് ഈ എം വലുതാവും, അപ്പൊ ഈ എം ചെറുതാവും അല്ലെ? അങ്ങനെയെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താൽ അത് മോഡുലസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അഥവാ ഇത് -1ഉം ഇത് -2 ആണെന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ എന്തായാലും ഇത് കുറക്കുമ്പം അത് പോസിറ്റീവ് വാല്യൂ കിട്ടുക. അത് പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പം എന്തായാലും എന്താണ്? മോഡുലസിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ? അപ്പൊ ഇത് വലുതാണെന്ന് വിചാരിക്കും, അപ്പൊ ഇത് ചെറുതാണ്. അപ്പൊ ഇത് കുറച്ചാൽ എന്തായാലും മോഡുലസിന്റെ ആവശ്യമില്ല, പോസിറ്റീവ് ആയിട്ടാ. ഇതിനേക്കാൾ ചെറിയ വാല്യൂ ആണ് ഇത് വരിക അല്ലെ? അപ്പൊ ഇത് കുറക്കുമ്പോൾ വീണ്ടും എന്താണ്? പോസിറ്റീവ് വരിക അല്ലെ? ഞാൻ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യല്ലേ? രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോഴേ ആ ഒരു ഓർഡറിൽ എടുത്തതുകൊണ്ട് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? മോഡുലസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഇത് ചെറുതാന്ന് വിചാരിക്കും, അപ്പൊ ഇതും ചെറുതാണ് അല്ലെ? അപ്പൊ ഇത് കുറക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടാ അല്ലെ? അപ്പൊ ഇതിനേക്കാൾ ചെറുതാണ് ഇത് വരിക. അപ്പൊ എന്താ? ഇത് കുറക്കുമ്പോൾ നെഗറ്റീവ് വരിക. അപ്പൊ നെഗറ്റീവും ഞാൻ അവസാനം ചെയ്യുന്നത് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യല്ലേ? രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അതായത് ഒരു എക്സാം പറഞ്ഞാൽ സപ്പോസ് ഇതിന്റെ സ്ലോപ്പ് 7 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനേക്കാൾ ചെറുത് സ്ലോപ്പ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് അതിനേക്കാൾ ചെറുതാവും, 2 ആയിരിക്കും അല്ലെ? അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ? ഇവിടെ സ്ലോപ്പ് ആകുമ്പോൾ 7 - 4 3 അല്ലേ? പോസിറ്റീവാ, മോഡുലസിന്റെ ആവശ്യം ഉണ്ടാവും ഇല്ല. ഇത് 4 - 2 അല്ലേ? 2 ആണ്, അത് പോസിറ്റീവാ അല്ലെ? അപ്പൊ അവിടെ മോഡുലസിന്റെ ആവശ്യമില്ല. ഇനി അങ്ങനെയല്ല, ഇങ്ങനെ വിചാരിക്കുക. ഇത് 3, ഇത് 4, ഇത് 5. അങ്ങനെ ആകുമ്പോൾ എന്താ? 3 - 4 ഇത് -1 അല്ലേ? 4 - 5 ഇത് അത് -1 അല്ലേ? അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോഴേ മൈനസ് കട്ട് ചെയ്ത് പോലെ അല്ലെ? ഞാൻ ഫൈനലി ഇത് ഇക്വേറ്റ് അല്ലേ ചെയ്യുന്നത്
അല്ലെ. ആ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 2 പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ 2 മൈനസ് ആയിരിക്കും. അപ്പൊ കട്ട് ചെയ്ത് പോകും. വെറുതെ മോഡൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയുള്ള ഐഡിയ ഇതാണ് ചെയ്യുന്ന കാര്യം കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡൽസ് കൊടുത്ത് ചെയ്യാം. അപ്പോൾ കുറച്ച് അലമ്പാവുന്നേ ഉള്ളൂ, കുറച്ചധികം ലെങ്തി ആകും മാറും. ഓക്കെ, അതിന് ആവശ്യമില്ല. പ്രോപ്പർ കൺസെപ്റ്റ് ആണ് അത് ഞാൻ ഇവിടെ പറഞ്ഞു. ഓക്കെ, സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടും ടാൻ തീറ്റ അല്ലേ, അല്ലെ, രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ എന്താ വരിക, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാ. എന്താണ് വരിക, m+1 ഡിവൈഡ് ബൈ m-1 അല്ലെ, ഈക്വൽ ടു ആരാണ്, 2m-1 ഡിവൈഡ് ബൈ 2+m. ക്രോസ് ചെയ്യുക. എന്താ, m+1 × m+2 അല്ലേ. ഇതെന്താ 2m-1 × m-1. അവിടെ m+1 × m+2 എന്ന് പറഞ്ഞാൽ m² + 3m+2 കിട്ടും അല്ല. ഇതോ 2m × m 2m², 2m × -1 -2m, -1 × m-m അല്ലേ. ആ മൈനസും -2m -3m ആവൂലേ. ഞാൻ ഡയറക്റ്റ് ഇതാണ് -1 -1 എന്താ 1 അല്ലെ, ഡയറക്റ്റ് എഴുതി. എന്നിട്ട് m² ഇങ്ങോട്ട് പോയാൽ 2m² -m² m² അല്ലേ. 3m ഇങ്ങോട്ട് പോയാൽ -3m എന്താ -6m അല്ലേ. 2 ഇങ്ങോട്ട് പോയാൽ 1 - 2 എന്താ -1 = 0 അല്ലെ. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എന്താണ്, m² - 6m - 1 = 0. ഇത് സോൾവ് ചെയ്ത് ആക്ച്വലി എമ്മിന്റെ വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ, അത് നമുക്ക് വേണ്ടത് ആരെയാ, സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എം അല്ലേ, അല്ലെ. അപ്പൊ സം ഓഫ് വാല്യൂസ് ഓഫ് എം കിട്ടാനേ ഇത് ഇതിന്റെ റൂട്ട് അല്ലേ എമ്മുകള്. അപ്പൊ അതിന്റെ സം ഓഫ് റൂട്ട് കണ്ടാ പോരെ. സം ഓഫ് റൂട്ട് കാണാൻ മെത്തേഡ് എന്താ, ഇപ്പൊ m1 + m2 എന്ന് വിചാരിക്കും. സം ഓഫ് റൂട്ട് -b/a അല്ലേ. അപ്പൊ എന്താ -b -1 -6 അല്ലേ. അപ്പൊ 6/1 ആൻസർ എന്താ 6 ആണ്. സോ ആൻസർ എന്താ, ഓപ്ഷൻ സി 6 ആണ്. ഓപ്ഷൻ 3 6 ആണ്. അത് മനസ്സിലാക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എക്സാമിന് അഗൈൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, ഇത് സ്ട്രെയിലേ എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്.